ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇരു കൈകളും നഷ്ടപ്പെട്ട 9 വയസ്സുകാരനായ ഫലസ്തീനിയൻ ബാലൻ മഹ്മൂദ് അജ്ജോറിന്റെ ഹൃദയഭേദകമായ ചിത്രത്തിനാണ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. ഇനി ഞാൻ എങ്ങനെ എന്റെ ഉമ്മയെ കെട്ടിപ്പിടിക്കുമെന്നാണ് ഇരു കൈകളും നഷ്ടമായ അജ്ജോർ ചോദിച്ചത്. ഇങ്ങനെ എത്രയെത്ര അജ്ജോർമാർ, വെടിനു മുൻപേ കൊഴിഞ്ഞു വീണ കുഞ്ഞു പനിനീർ പുഷ്പങ്ങൾ. പിറന്ന നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന ഈ മനുഷ്യർ ഭൂമിയുടെ ഏതറ്റത്തേക്കാണ് ഇനി പലായനം ചെയ്യേണ്ടത്? ഏത് കടൽ വഴികളെയാണ് മുറിച്ചു കടക്കേണ്ടത്? സങ്കടങ്ങളുടെ ഉപ്പുകടലുമായി ഏതാകാശത്തേക്കാണ് അവരിനി ഒളിച്ചോടേണ്ടത്? നിസ്സംഗമായി നോക്കി നിൽക്കുന്ന നിസ്സഹായരായ ലോകമേ, കണ്ണു തുറന്നു കാണുക ഈ അനീതിയെ. കരുണ പറ്റിയിട്ടില്ലെങ്കിൽ ഈ കൈരാതത്തിനെതിരെ പ്രതികരിക്കുക. പ്രയാസങ്ങളുടെ നടുക്കടലിലും പ്രതിരോധത്തിന്റെ പതാക ഉയർത്തുന്നവരെ, നിങ്ങൾക്ക് ഞങ്ങളുടെ ഐക്യദാർഢ്യം. ഫലസ്തീൻ ചിരിക്കാതെ ലോകം അവസാനിക്കില്ല. ചേതനയറ്റു വീണ ആയിരക്കണക്കിന് കുരുന്നുകൾ സ്വർഗത്തിലിരുന്ന് പുഞ്ചിരിക്കും. അനാഥമായ ജീവനുകളിൽ സ്നേഹത്തിന്റെ നനവ് പെയ്യും. രക്തം ചിന്തിയ ബുള്ളറ്റുകളും ടാങ്കറുകളും തിരിച്ചു വില ചോദിക്കും. വേദനയുടെ വിലയറിയാത്ത ഭീകരന്മാർ അന്ന് കൈകൂപ്പി യാചിക്കും. നീതിയുടെ ദിനം വരും. അന്ന് ഒടുവിലത്തെ നീതി നടപ്പിലാവും. തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പൊടിക്കല്ലുകൾ വരെ അന്ന് ആ നീതി ആസ്വദിക്കും. അന്ന് ഫലസ്തീൻ ചിരിക്കും. ഫലസ്തീൻ ചിരിക്കും. ഫലസ്തീൻ ചിരിക്കും. بسم الله الرحمن الرحيم ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. صدق الله العلي العظيم. أفديك بروحي يا كل وجودي من قلبي سلام. حياتي دونك يغشاها ظلام. أفديك بروحي يا كل وجودي من قلبي سلام. سلام يا مهدي يا أيها الصاحب يا مظهر العدل. سلام يا مهدي لأجل دين الله والله ما أحلى العهد. سلام يا مهدي. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഫലസ്തീനെ കുറിച്ചാണ്. ഫലസ്തീൻ പഴയ കാലത്ത് സാംസ്കാരിക സമ്പത്തും ചരിത്ര സൗന്ദര്യവും നിറഞ്ഞൊരു നാട്. പക്ഷേ ഇന്ന് അവിടെ ജനങ്ങൾ അനുഭവിക്കുന്നത് യുദ്ധം, ഭയം, ദുരിതം, നഷ്ടം. വീടുകൾ തകർന്നു പോകുന്നു, കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾ ചിതറുന്നു, മാതാപിതാക്കളുടെ കണ്ണീരിൽ ലോകത്തിന്റെ ക്രൂരത പ്രതിഫലിക്കുന്നു. സ്വന്തം നാട്ടിൽ സുരക്ഷിതമായി ജീവിക്കാൻ പോലും അവർക്കൊരു അവസരമില്ല. നാം നമ്മുടെ വീടുകളിൽ ഇരിക്കുമ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് ഒരു നിമിഷം. അവരുടെ വീടുകൾ ഓരോ നിമിഷവും തകർന്നടിയുകയാണ്. അവരുടെ കുട്ടികൾ പോലും ഭയപ്പെടുന്നു. നമ്മുടെ സാധാരണ ജീവിതം അവർക്കൊരു സ്വപ്നമായാണ് മാറിയിരിക്കുന്നത്. എന്നാൽ അവിടെ ജനങ്ങൾ എല്ലാ വേദനകളുടെയും മധ്യേ സ്വാതന്ത്ര്യത്തിനായി, മനുഷ്യാവകാശത്തിനായി പൊരുതുന്നു. നമ്മുടെ കല, നമ്മുടെ ചെറിയ ശ്രമം അവർക്കൊപ്പം നിൽക്കാൻ അവരുടെ ശബ്ദമായി മാറും. കാരണം കലയ്ക്കൊരു ശക്തിയുണ്ട്. അത് മനുഷ്യരെ ചിന്തിപ്പിക്കും, ചിന്തകൾ മാറ്റങ്ങൾ കൊണ്ടുവരും. നമുക്കിതിനായി എന്താണ് ചെയ്യാനാവുക? അവരുടെ കഥകൾ ലോകത്തോട് പറയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കൂടാതെ അവരുടെ വിരുദ്ധരായ ശക്തികളെ പിന്തുണയ്ക്കുന്ന ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. കാരണം
നമ്മൾ വാങ്ങുന്ന ഓരോ ഉൽപ്പന്നവും, കുടിക്കുന്ന ഓരോ പാനീയവും, ഉപയോഗിക്കുന്ന ചില ബ്രാൻഡുകളും അവിടെയുള്ള യുദ്ധത്തിലും രക്തച്ചൊരിച്ചിലും പണം കൊടുക്കുന്നവരാകാം. അങ്ങനെ വാങ്ങാൻ നിൽക്കുന്നത് തന്നെ ഒരു പ്രതിഷേധമാണ്. നാം അന്യർക്കൊപ്പമല്ല, ഫലസ്തീൻ ജനങ്ങൾക്കൊപ്പമാണ് എന്ന ലോകത്തോട് വിളിച്ചു പറയുന്ന ശക്തമായ ശബ്ദമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ മനുഷ്യാവകാശ സംരക്ഷണ ശ്രമങ്ങൾ അവരെ ആശ്വാസം നൽകും, അവരുടെ പ്രതീക്ഷകൾക്ക് തുണയാകും. നമ്മുടെ ചെറിയ ഓരോ പ്രവൃത്തിയും ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. പ്രതിഷേധം ചെറുതായാലും വലിയ മാറ്റം ഉറപ്പുവരുത്താൻ അതിന് ശക്തി ഉണ്ടാകുന്നു. നമ്മുടെ ഓരോ നിമിഷവും ഓരോ ശബ്ദവും അവർക്കൊപ്പം നിൽക്കാൻ കരുത്തുള്ളതായി മാറും. സമാധാനവും മനുഷ്യാവകാശവും എല്ലാവർക്കും അവകാശമാണ്. ഫലസ്തീൻ ജനങ്ങൾക്കും അത് ലഭിക്കണം. അതിനായി നമുക്ക് ഒരുമിച്ച് മുന്നേറണം. അതിനായി നമ്മൾ ഒരുമിച്ച് ഓരോ കാൽച്ചുവടുകളും വെക്കണം, ഒരുമിച്ച് പരിശ്രമിക്കണം. ഇപ്പോൾ നമ്മുടെ ഭയം, ഫലസ്തീന്റെ കഥ, അവിടെയുള്ള ജനങ്ങളുടെ നിലവിളി, അവരുടെ പ്രതീക്ഷ. ഗാസാതെരുവിലെ ചോര കണ്ടേ ഞാനും എഴുതിട്ടൊരു കണ്ണീർ കാവ്യം. ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായ് കൂട്ടം. ഗാസാതെരുവിലെ ചോര കണ്ടേ ഞാനും എഴുതിട്ടൊരു കണ്ണീർ കാവ്യം. പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായ് കൂട്ടം. മരിച്ചത് ഞാനല്ല, നീയാണ് മുസ്ലിമേ. ഫാസിസ തടവറയിൽ അടിമയായി നിൽപ്പോ നീ എന്ന തീരും ഈ കണ്ണുനീരും മോചനം തേടുകില്ലേ? ഫലസ്തീൻ ചിരി എന്നത് കാണാക്കിനാവല്ല, അറബിപ്പൻ വിളയുന്ന കാലം വരുന്നുണ്ട്. തഖ്വ കൊണ്ട് നേടിടുവേ ഫാസിസം കരയുമെന്ന്. ഗാസാതെരുവിലെ ചോര കണ്ടേ ഞാനും എഴുതിട്ടൊരു കണ്ണീർ കാവ്യം. പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായ് കൂട്ടം. കുതിസിൽ വീശുന്ന ഇളം കാറ്റ് വിതുമ്പുന്നു, വിരിയും മുന്നേ വിട ചൊല്ലിയതും കണ്ടില്ലേ ശൂന്യമായി ഗാസയിന്ന്. ഗാസാതെരുവും ചിരി തൂകുന്നുണ്ട്, പറുദിസ കണ്ട മതിപ്പിന്നുണ്ട്. പിഞ്ചോമന മക്കളെ വരവേൽക്കാനായി ചിഹ്നത്തിൻ പൂന്തോട്ടം ഒരുങ്ങിയിട്ടുണ്ട്. ഗാസാതെരുവിലെ ചോര കണ്ടേ ഞാനും എഴുതിട്ടൊരു കണ്ണീർ കാവ്യം. പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായ് കൂട്ടം. ജയ
കുട്ടികൾക്കായി ഞങ്ങളോടൊപ്പം 2 മിനിറ്റ് സഹകരിക്കുക. ദയവായി കഴിയുന്നവർ എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പലസ്തീൻ ഐക്യദാർഢ്യ പ്രതിജ്ഞ പ്രിയ സഹോദരൻ വാഹിദ് പാറാടത്തൊഴുത്തരും ഏറ്റുചൊല്ലണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാലം സാക്ഷി, ചരിത്രം സാക്ഷി, അന്ത്യദൂതൻ മുഹമ്മദ് സാക്ഷി. കിസ്റ കൈസർ വിറപ്പിച്ചപ്പോൾ ചന്ദ്രൻ പകുതി പിളർന്നിട്ടുണ്ട്. അബ്രഹത്തിൻ ആനപ്പടകൾ വിറച്ച് വിരണ്ടോ ഓടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, മസ്ജിദുൽ അഖ്സ വിട്ടുതരില്ല. 1000 വട്ടം പറയും, വീണ്ടും വീണ്ടും ഉറക്കെ പറയും. നീയും നിന്റെ വെള്ളക്കാരും മൊത്തമിറങ്ങി കൊന്നാൽ പോലും മസ്ജിദുൽ അഖ്സയിൽ ഫലസ്തീൻ മക്കൾ സുജൂദ് ചെയ്യും ഇൻഷാ അല്ലാ. നൈലിൻ കരകൾ ആളിക്കത്തും, ലബനാൻ മണലുകൾ വീശിയടിക്കും, റഫ വഴികൾ വാതിൽ തുറക്കും, സീനാ ഭൂമി പൊടിപാറയ്ക്കും. ഓർത്തുവെച്ചോ, ഓർത്തുവെച്ചോ, ഫലസ്തീൻ മക്കളുടെ വേദനയിൽ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഫലസ്തീൻ നിങ്ങൾക്ക് വിട്ടുതരില്ല. ഇല്ല ഇല്ല, വിട്ടുതരില്ല. ഐക്യദാർഢ്യം, ഐക്യദാർഢ്യം, ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് ഈ പരിപാടി ഐക്യദാർഢ്യം ഞങ്ങളോടൊപ്പം നിർമ്മിക്കാൻ സഹകരിച്ച നിങ്ങൾക്ക്